എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റ് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്ന് കണ്ടാലോ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാറ്റേൺ മേക്ക് ചെയ്യാം. ടോപ്പിന് ലെങ്ത് ആയിട്ട് ഒരു 18 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 18 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് എവിടെയും സീം അലവൻസ് മാർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷമാണ് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.25 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സീം അലവൻസുകൾ ഒന്നും തന്നെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അവിടെ നിന്ന് നേരെ താഴേക്ക് 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 6.5 ആണ്. അത് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 13.5 ആണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിന്റെ 4 ഭാഗം വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് 9 ആണ്. 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിന്റെ അവിടേക്കുള്ള അളവ് മാർക്ക് ചെയ്യാം. അവിടെ 8 ആണ്. അവിടെ 8 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോർസെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷേപ്പിന്റെ ലെങ്ത് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ടോട്ടൽ നമ്മൾ 18 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 18 ഇഞ്ചിൽ എൻഡ് ചെയ്യുന്ന പോയിന്റ് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എത്രയാണോ നിങ്ങൾക്ക് ടോപ്പിന് ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്കിവിടെ ടോപ്പിന് ഒരു 16 ഇഞ്ച് ലെങ്ത് മതി. അതിലേക്ക് ഒരു 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 18 ഇഞ്ച് ഞാൻ എടുത്തത് കേട്ടോ. അപ്പൊ താഴേന്ന് ഇതേപോലെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ചെറിയ രീതിയിൽ ഒരു കേർവ് ഉണ്ടാവുക കേട്ടോ. ബാക്ക് പീസിന് ഈ 16 ഇഞ്ച് വരെ ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അതിലേക്ക് 2 ഓർ 2.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് കേട്ടോ. മാർക്ക് ചെയ്ത പോയിന്റ് ഒക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പൊ ഇതേപോലെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ നമ്മുടെ ബോട്ടം ലെങ്ത്, ഈ 3 അളവുകളാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ അപ്പെക്സിന്റെ അളവും കൂടി മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഷേപ്പ് വരച്ചല്ലോ, ആ ഷേപ്പിന്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലല്ല നിങ്ങളുടെ അപ്പെക്സിന്റെ വിടുത്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് തന്നെ അത് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാം. എന്തായാലും നമുക്ക് അപ്പെക്സിന്റെ ലെങ്ത് ആവശ്യമാണ്. അപ്പൊ അത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പെക്സിലേക്കുള്ള ലെങ്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. അപ്പൊ 9.5 ആണ്. 9.5 ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെസ്റ്റും വേസ്റ്റും എടുത്ത പോലെ തന്നെ ന്റെ പോർഷനും റൗണ്ട് ചെയ്തിട്ട് ടേപ്പ് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ 4 ഭാഗം ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 9.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ പുറത്തേക്കായിട്ടായിരിക്കും ആ ഒരു പോയിന്റ് ഉണ്ടാവുക. അപ്പൊ അവിടെ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ചെസ്റ്റിന്ന് ഈ അപ്പെക്സിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് അപ്പെക്സിൽ നിന്ന് വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ജോയിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് കേർവ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അളവ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തത്. ഇത് ഈ 2 പോയിന്റ് നമുക്ക് ആവശ്യമില്ല. ഞാൻ അവിടെ നിന്ന് ക്രോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് അപ്പെക്സ് പോയിന്റിലേക്കുള്ള വിടുത്തും കൂടി മാർക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാ എടുക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം. അതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കിട്ടുന്ന അളവിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. കാരണം നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 3.75 ഇഞ്ചാണ് കിട്ടുക. അപ്പൊ അത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന അപ്പെക്സ് ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3.5 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ നമ്മളൊരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു പോയിന്റ് കൊടുത്തിരുന്നു. അവിടേക്ക് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തതിന്റെ സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ടേപ്പ് ഇതേപോലെ മടക്കി കൊടുത്താൽ മതി, സെന്റർ കിട്ടും. ഈ സെന്റർ പോയിന്റും നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാനൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഇല്ല വെച്ചിട്ട് ടെൻഷൻ ആവൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുള്ള ഈ കോർണറിന് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 പോയിന്റ് കിട്ടും. ഈ 3 പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബാക്കിലേക്കുള്ള ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കാം. നേരത്തെ നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റിന് ഉള്ളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ചെസ്റ്റ് അളവും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റും നമ്മുടെ ഷോൾഡറും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. നേരത്തെ നിങ്ങൾ കോർണറിന്
1.5 ഇഞ്ചാണ് എടുത്തതെങ്കിൽ അതിന് 1/2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 1 ഇഞ്ച് എടുക്കുക. അതല്ല 1 ഇഞ്ചാണ് എടുത്തതെങ്കിൽ അതിന് 1/2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 1/2 ഇഞ്ച് എടുക്കുക. മനസ്സിലായല്ലോ? അതായത് എത്രയാണോ എടുത്തത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ കോർണറിൽ ഒരു പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ. ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരാൻ വേണ്ടി പോകുന്നത്. ഇത് കോൺസെപ്റ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കാണാൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും താഴെ ഭാഗത്ത് 18 ഇഞ്ച് ലെങ്ത് കൊടുത്ത ആ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. വിഡ്ത്ത് ആയിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് 1/2 ഇഞ്ച് വെച്ച് ഡാട്ടിന് വേണ്ടിയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/4 ഇഞ്ചിന്റെ ഡാട്ട് കൊടുത്താൽ മതിയെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിന്റുകൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ 16 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്ത്, അതായത് ഇതാണ് നമ്മുടെ ആക്ച്വൽ ലെങ്ത്, ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കുറച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ഷേപ്പ് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഈ 2.5 ഇഞ്ച് നമ്മുടെ 16 ഇഞ്ചിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു ഷേപ്പ് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ വരയ്ക്കാം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് റാൻഡം ആയിട്ട് ഡോട്ട് ഇട്ട് വരച്ചു കൊടുക്കുക. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പൊ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അപ്പെക്സ് പോയിന്റിലേക്കുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിന് നമ്മളിപ്പോൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് 1/2 ഇഞ്ച് ഡാട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പെക്സ് പോയിന്റിന്റെ ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ ഒരു ഡാട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പെക്സ് പോയിന്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ആം ഹോളിന്റെ ആ ഒരു എൽ ഷേപ്പിലേക്ക് ഒരു പ്രിൻസസ് കട്ട് ഷേപ്പ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൽ ഞാനൊരു 5.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ 5.5 ഇഞ്ച് എൻഡ് ചെയ്യുന്ന പോയിന്റിന് വിഡ്ത്തായിട്ട് ഒരു 3.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നെക്ക് വിഡ്ത്തിനേക്കാളും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നെക്ക് ഒന്ന് വൈഡ് ആവും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ താഴെ കുറച്ച് വൈഡ് ആക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് നെക്ക് വരയ്ക്കണമെങ്കിൽ റൗണ്ട് നെക്ക് വരയ്ക്കാം. ഇനി മൈന്യൂട്ട് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് മതിയെങ്കിൽ അങ്ങനെ വരയ്ക്കാം. സ്ക്വയർ മതിയെങ്കിൽ അങ്ങനെ. നെക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പിലുള്ള, അതായത് റൗണ്ടും സ്ക്വയറും ഒക്കെ ആയിട്ടുള്ള നെക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. വേറെ മോഡൽ നെക്കൊന്നും ഈ ഒരു കോഡ് സെറ്റിൽ അങ്ങനെ വന്ന് കാണാറില്ല. ഈ നെക്ക് എൻഡ് ചെയ്യുന്ന ഈ പോയിന്റിന് നമ്മുടെ ഈ അപ്പെക്സ് പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുകയാണ്. ഈ രണ്ടളവും, അതായത് അപ്പെക്സ് പോയിന്റിലേക്കുള്ള വിഡ്ത്തും 3.75 ഇഞ്ചാണ്, നെക്ക് വിഡ്ത്തും 3.75 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനാണ് വരിക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നെക്ക് വിഡ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെരിഞ്ഞൊരു ലൈനായിരിക്കും വരിക. അപ്പോൾ അത് അതേപോലെ തന്നെ വരയ്ക്കുക കേട്ടോ. അവിടെ നമ്മൾ ഡാട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻസസ് കട്ട് ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്താണോ നമ്മൾ വരച്ചിരിക്കുന്നത് അത് പ്രകാരമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം. മെയിൻ ഫാബ്രിക് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഈ പാറ്റേൺ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാറ്റേൺ വെച്ച് കൊടുക്കുന്നുണ്ട്. പാറ്റേൺ വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കുറച്ച് സീം അലവൻസുകൾ ഉണ്ടാവണം. താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കേർവ് വരച്ച ഭാഗം, അവിടെ നമുക്ക് സീം അലവൻസ് ഇല്ല. പക്ഷെ അവിടെ നമുക്ക് ആവശ്യമില്ല, കാരണം അത് ബാക്ക് പീസ് ആണല്ലോ. ബാക്ക് പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സീം അലവൻസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതേപോലെ ഞാൻ ബേസ് ഒന്ന് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കറക്റ്റ് അളവ്, അതായത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് എങ്ങനെയാണോ വേണ്ടത് ആ അളവിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സീം അലവൻസ് കൊടുക്കണം. അപ്പൊ താഴ്ഭാഗം നിങ്ങൾ ഡബിൾ ഫോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ താഴെ നിങ്ങൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. അതല്ല നിങ്ങൾ ഒരു പീസ് വെച്ചിട്ടോ ക്യാൻവാസ് വെച്ചിട്ടോ മറിച്ചടിക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിൽ ഞാനൊരു 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രിൻസസ് കട്ട് ഇതേപോലെ ഡാട്ട് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഡ്രസ്സുകൾക്കൊക്കെ എപ്പോഴും കുറച്ചധികം സീം അലവൻസ് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ ആ ഒരു 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള
ഫ്രണ്ടിലേക്കുള്ള നെക്കാണ്. ഫ്രണ്ടിലേക്കുള്ള നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ചും കൂടി ഇറക്കിയിട്ട് 6 ഇഞ്ചിലാണ് ഞാൻ ബാക്കിലേക്കുള്ള നെക്ക് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതായത് ഫ്രണ്ട് നെക്കിനേക്കാളും ലെങ്ത് ബാക്ക് നെക്കിനാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിടുത്താണ് 6 ഇഞ്ച് ലെങ്ത്തിൽ നേരത്തെ ചെയ്ത സെയിം നെക്ക് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പൊ അതേപോലെ വരച്ചിട്ടുണ്ട്. നെക്കിന്റെ ഭാഗത്തും ആം ഹോളിന്റെ ഭാഗത്തും 1/4 ഇഞ്ച് സീം അലവൻസ് വെക്കുന്നുണ്ട്. ഷോൾഡറിന്റെ ഭാഗത്ത് മാത്രം 1/2 ഇഞ്ച് സീം അലവൻസ് ആണ് വെക്കുന്നത്. അപ്പൊ അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ സീം അലവൻസ് മാർക്ക് ചെയ്ത ലൈനിലൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പാറ്റേൺ എടുക്കുക. അപ്പൊ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഫ്രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെന്ററിലുള്ള ഡാട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ ആ ഡാട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡാട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാറ്റേൺ ചെറുതായിട്ട് അവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ, ഏകദേശം ഒരു 1 ഇഞ്ചിൽ. ആ ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് സൈഡിലേക്ക് സീം അലവൻസ് മാർക്ക് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അത് വിട്ടുപോയി. കുഴപ്പമില്ല, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക് രണ്ടായിട്ട് മടക്കിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും ഒറ്റ തവണ തന്നെ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മുടെ സൈഡിലുള്ള പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അളവൊക്കെ അതേപോലെ തന്നെ ഒന്ന് പകർത്തി വരയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നമുക്ക് 1/2 ഇഞ്ച് മാത്രമാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. ആം ഹോളിന്റെ പോർഷനിൽ 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. സൈഡിൽ നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഞാൻ അവിടെ സെന്റർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സീം അലവൻസ് എക്സ്ട്രാ, അതായത് അവിടെ എത്രയാണോ കട്ട് ചെയ്ത് പോണെന്ന് വെച്ചാൽ അത്രയും സീം അലവൻസ് നമ്മൾ സൈഡിലേക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത സമയത്ത് കറണ്ട് പോയി, പിന്നെ എന്റെ ശ്രദ്ധ അങ്ങ് വിട്ടും പോയി. അപ്പൊ അങ്ങനെ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഷോൾഡറിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ജോയിൻ ചെയ്യാനുള്ള ഭാഗം, അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഫാബ്രിക് ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക. അതിന് മുകളിലായിട്ട് സെന്ററിലുള്ള പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. സെന്ററിലുള്ള പീസ് വെക്കുന്ന സമയത്തും എല്ലാ ഭാഗത്തും സീം അലവൻസ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ ഫോൾഡഡ് ആയിട്ട് വെക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സെന്ററിലും കൂടി കട്ട് ചെയ്തിട്ട് സെന്ററിലും കൂടി ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ നെക്കിന്റെ പോർഷനിൽ മാത്രം 1/4 ഇഞ്ചാണ്. ബാക്കി എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ വെച്ചിട്ട് ഈ സീം അലവൻസിന്റെ ലൈനിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ പീസുകളും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങും സെയിം ഇതേ അളവ് പ്രകാരം തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് വേണമെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യാം. ഞാനിവിടെ സ്ലീവും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതേപോലെ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് വിടുത്ത് വേണ്ടത് ആ വിടുത്തിനനുസരിച്ചിട്ട് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഫിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വിത്ത് സീം അലവൻസ് ആയിട്ടാണ് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പഫിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിരുന്നു. അവിടുന്ന് നേരെ താഴേക്ക് നമുക്ക് കേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചാണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് നോർമൽ എങ്ങനെയാണോ ആം ഹോൾ വരയ്ക്കുന്നത് വെച്ചാൽ അതേപോലെ ഒരു ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യുക, നമ്മുടെ അളവ് അതിനോടൊപ്പം സീം അലവൻസ് ഈ രീതിയിലാണ് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് അവിടെ എലാസ്റ്റിക് കൊടുക്കാനുണ്ട്. അപ്പൊ നല്ല രീതിയിൽ അത് പ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേരത്തെ നമ്മൾ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ആ ആം ഹോളിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് കണ്ടുവയ്ക്കുന്നുണ്ട്. ഈ സെന്ററിലേക്ക് മുകളിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വെച്ചിട്ട് ബാക്കി ഈ ഒരു സെന്ററിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെന്ററിൽ ഒരു നോച്ച് കൊടുക്കാം. ഇതിൽ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുഴിച്ച് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഫ്രണ്ടിലേക്കുള്ള പീസ് നമുക്ക് 4 പീസായിട്ടാണ് ഉണ്ടാവുക. ബാക്കിലേക്ക് ഒറ്റ പീസായിട്ടുണ്ടാവും. പിന്നെ സ്ലീവ്, ഇത്രയുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ തന്നെ നല്ല ലെങ്തി വീഡിയോ ആണ്. ഇനി സ്റ്റിച്ചിങ്ങും കൂടി വരുമ്പോൾ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പാർട്ട് 2 കാണാനും മറക്കണ്ട കേട്ടോ.